നമസ്കാരം. ബലൂചിസ്ഥാനിൽ വൻ നരവേട്ടയ്ക്ക് കോപ്പുകൂട്ടുകയാണ് പാകിസ്ഥാൻ സൈന്യം. എന്നാൽ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നു, അത്രയേ ഉള്ളൂ. അന്താരാഷ്ട്ര വേദികളിൽ കരണം മറിഞ്ഞ് ഇന്ത്യക്കെതിരെ വീണ്ടും നട്ടപ്പാതിരയ്ക്ക് വിഷം തുപ്പാൻ ഇറങ്ങിയിട്ടുണ്ട് പാക് കരസേനാ മേധാവി ജനറൽ അസിം മുനീർ. ലോകത്തിന് മുന്നിൽ നാണം കെട്ട് തകർന്ന് തരിപ്പണമായിട്ടും പാകിസ്ഥാന്റെ ഈ മണ്ടത്തരത്തിന് മാത്രം യാതൊരു മാറ്റവുമില്ല. എത്ര അടി കിട്ടിയാലും പഠിക്കില്ലെന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ. സ്വന്തം രാജ്യത്ത് പട്ടിണിയും ആഭ്യന്തര കലാപവും കാട്ടുതീ പോലെ ആളിക്കത്തുമ്പോൾ സ്വന്തം കസേര തെറിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇന്ത്യയുടെ പേര് പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള പാക് സൈന്യത്തിന്റെ ഈ വില കുറഞ്ഞ നാടകം കണ്ട് ലോകം മുഴുവൻ ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ അനാവശ്യമായി കുറ്റപ്പെടുത്താൻ നോക്കിയ പാകിസ്ഥാന് US അംബാസിഡർ കണക്കിന് കൊടുത്തതാണ്. അതൊന്നും ആരും മറക്കാൻ വഴിയില്ല. മുഖത്തേറ്റ ആ വമ്പൻ അടിയിലും ബോധം വരാത്ത പാകിസ്ഥാൻ ഇനിയും ഇന്ത്യക്കെതിരെ കൈചൂണ്ടാൻ തന്നെയാണ് തീരുമാനം. ഒരു അയൽ രാജ്യവുമായി എങ്ങനെ അന്തസ്സായി ജീവിക്കണമെന്ന് ഒരു കാലത്തും പഠിക്കാത്ത, മാനസിക നില തെറ്റിയതുപോലെ പെരുമാറുന്ന ഈ കാടൻ ഭരണകൂടത്തിന് കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എത്രയൊക്കെ ഭീകരവാദം കാണിച്ച് പേടിപ്പിക്കാൻ നോക്കിയാലും നരേന്ദ്രമോദിയുടെ ഉരുക്ക് ഭരണമുള്ള ഈ ഇന്ത്യയുടെ മുന്നിൽ അതൊന്നും നടപ്പില്ല. ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വരുന്ന പാക് പട്ടാളത്തിന് മുന്നിൽ മുട്ടുകുത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് ആരും കരുതേണ്ട. മറിച്ച് കളി പഠിപ്പിച്ച ചരിത്രമേ ഇന്ത്യക്കുള്ളൂ. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം നരനായാട്ട് ശക്തമാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾക്കും സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഗ്രൂപ്പുകൾക്കുമെതിരെ അതിക്രൂരമായ സൈനിക നടപടികൾ തുടരുമെന്ന് പാക് കരസേനാ മേധാവി അസീം മുനീർ അനാവശ്യമായി വീമ്പിളക്കിയിരിക്കുകയാണ്. മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിദേശ പിന്തുണയുള്ളവരാണെന്ന് പറഞ്ഞ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന മുനീർ ഇതിന്റെ മുഴുവൻ പഴി ഇന്ത്യയുടെ മേൽ കെട്ടിവെക്കാനാണ് തന്ത്രപൂർവ്വം ശ്രമിക്കുന്നത്. എന്നാൽ ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളും വെടിവെപ്പുകളും ലോകത്തിന് മുന്നിൽ ഇപ്പോൾ നഗ്ന സത്യമായി മാറിയിരിക്കുകയാണ്. വിഘടനവാദികളെ അമർച്ച ചെയ്യുന്നുവെന്ന വ്യാജേന നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കമുള്ള സാധാരണക്കാരെയാണ് പാക് സൈന്യം ക്രൂരമായി വേട്ടയാടുന്നത്. TTPയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടും പോലുള്ള സംഘടനകൾ പാക് സൈന്യത്തിന് നൽകുന്ന പേടി സ്വപ്നം ചെറുതല്ല. സ്വന്തം രാജ്യത്ത് ഈ ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന കിടിലൻ അടി താങ്ങാനാവാതെയാണ് അസീം മുനീർ ഇപ്പോൾ പൂർണ്ണമായി വിറളി പൂണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ തകർച്ചകൾ മറച്ചുവെക്കാൻ സൈന്യത്തെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്താനാണ് ഇവർ നോക്കുന്നത്. പ്രകൃതി വിഭവങ്ങളും ധാതുക്കളും പൂർണ്ണമായും കൊള്ളയടിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടം അവിടുത്തെ പ്രാദേശിക ജനങ്ങൾക്ക് അർഹമായ അവകാശങ്ങൾ പോലും നൽകാതെ വഞ്ചിക്കുകയാണ്. ഇതിനെതിരെ ജനങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതിനെയെല്ലാം രാജ്യദ്രോഹമായി ചിത്രീകരിച്ച് തോക്കിൻ മുനയിൽ നിർത്താനാണ് പാക് സൈന്യം ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ബലൂചിസ്ഥാനിൽ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന കനത്ത ജനരോഷത്തെ എന്ത് ചെയ്ത് തടയാനാണ് ഇവരുടെ ഉദ്ദേശം? അതേസമയം രാജ്യത്തിനകത്ത് സ്വന്തം കസേര തെറിക്കുമെന്ന ഭയത്തിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അസീം മുനീർ. മൗലാന ഡീസൽ എന്നറിയപ്പെടുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഫസ്ലുർ റഹ്മാൻ പാക് സൈന്യത്തിന്റെ നയങ്ങളെയും അസീം മുനീറിന്റെ ഏകാധിപത്യത്തെയും പരസ്യമായി ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. കരസേനാ മേധാവി യൂണിഫോം ഊരി നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ വെല്ലുവിളിച്ച ആ ധീരത പാക് സൈന്യത്തിന്റെ ഉറക്കം കെടുത്തിക്കഴിഞ്ഞു. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പും പ്രതിഷേധവും നേരിടാൻ കഴിയാതെ പരിഭ്രാന്തരായ പാക് സൈന്യം ഇപ്പോൾ ഇന്ത്യയുടെ കടുത്ത ശത്രുക്കളായ ലഷ്കർ-ഇ-ത്വയ്ബ പോലുള്ള ഭീകര സംഘടനകളുമായി പരസ്യമായി കൈകോർത്തിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടന്ന അതീവ രഹസ്യമായ ഒരു കൂടിക്കാഴ്ചയിൽ സർക്കാർ പിന്തുണയുള്ള ഉലമ കൗൺസിൽ ചെയർമാൻ ഹാഫിസ് താഹിർ മഹ്മൂദ് അഷ്റഫിയും ആഗോള ഭീകരനായ ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദും തമ്മിൽ കൈകോർത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം വീണ്ടും ലോകത്തിന് മുന്നിൽ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഫസ്ലുർ റഹ്മാനെ പോലെയുള്ള രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും അവരുടെ സ്വാധീനം തകർക്കാനും ജിഹാദി തീവ്രവാദികളെ ഒരു കവചമായി ഉപയോഗിക്കുന്ന പാക് സൈന്യത്തിന്റെ അധമമായ നയങ്ങൾ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. തീവ്രവാദികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പോലും തോക്കിന്റെ കുഴൽമുനയിൽ നിർത്തി അധികാരം നിലനിർത്താൻ നോക്കുന്ന പാകിസ്ഥാന്റെ ഈ ദയനീയ അവസ്ഥ അധികകാലം നീണ്ടു നിൽക്കില്ലെന്ന് തീർച്ചയാണ്. ആഭ്യന്തരമായി സമ്പൂർണ്ണ തകർച്ചയെ നേരിടുന്ന തീവ്രവാദികളുടെ താവളമായി മാറിയ ഒരു രാജ്യത്തിന് ശക്തനായ നരേന്ദ്രമോദിയുടെ ഇന്ത്യയെ വിരട്ടാൻ ഒരിക്കലും സാധിക്കില്ല.
ലോകവേദിയിൽ എത്രയൊക്കെ നാടകങ്ങൾ കളിച്ചാലും പാകിസ്ഥാന്റെ ഈ കാടൻ നയങ്ങളും തീവ്രവാദ ബന്ധങ്ങളും ലോകരാഷ്ട്രങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്വന്തം കുഴി തോണ്ടുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈ പതർച്ച അധികം വൈകാതെ അടുത്തു കഴിഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയിലും വികസനത്തിലും കുതിച്ചുയരുന്ന ഇന്ത്യയുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പാകിസ്ഥാൻ സ്വന്തം ചതിക്കുഴികളിൽ വീണ് സ്വയം തകരുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിന്റെ ദാസ്യപ്പണികളും കൊണ്ട് വീർപ്പുമുട്ടുന്ന പാകിസ്ഥാനിൽ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി പാക് പട്ടാളത്തിന് മറുപടി നൽകുന്ന നാളുകൾ അടുത്തെത്തിക്കഴിഞ്ഞു. ഭീകരവാദത്തിന്റെ വിത്തുപാകി വികസനം മറന്ന ഒരു രാജ്യത്തിന് നാശമല്ലാതെ മറ്റൊന്നും ബാക്കിയുണ്ടാകില്ല. ഇന്ത്യയെ ചെറുതാക്കാൻ നോക്കുന്ന അസീം മുനീറും കൂട്ടരും സ്വന്തം രാജ്യത്തിന്റെ അവശേഷിക്കുന്ന പുകപടലങ്ങൾ കണ്ട് നിൽക്കേണ്ടി വരും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായ ഭാരതം സുരക്ഷിതമായ കൈകളിലാണ്. പാകിസ്ഥാന്റെ ഏത് തരം നുഴഞ്ഞുകയറ്റങ്ങളെയും പ്രതിരോധിക്കാൻ നമ്മുടെ സുരക്ഷാ സേന സദാ സജ്ജമാണ്. ഭീകരതയെ പോറ്റി വളർത്തുന്ന ഭരണകൂടങ്ങൾക്ക് കാലം കരുതി വെച്ചിരിക്കുന്ന നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. സ്വന്തം പൗരന്മാരുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന അസീം മുനീറിന്റെയും പാക് സൈന്യത്തിന്റെയും ഭരണ തുടർച്ചയ്ക്ക് അധികം ആയുസ്സില്ലെന്ന് ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം രാജ്യത്തെ വിനാശത്തിലേക്ക് തള്ളിവിടുന്ന ഇവരുടെ അന്ത്യം അതിദാരുണമായിരിക്കും. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇത്തരം തലതിരിഞ്ഞ തീരുമാനങ്ങളും ജനദ്രോഹ നടപടികളും ആ രാജ്യത്തെ വീണ്ടും വലിയൊരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് തള്ളിവിടുന്നത്. അനാവശ്യമായി യുദ്ധഭീതി പരത്താനും ഇന്ത്യക്കെതിരെ കള്ളപ്രചാരണങ്ങൾ അഴിച്ചുവിടാനും ശ്രമിക്കുന്ന പാക് മേധാവികൾ സ്വന്തം ജനതയുടെ കണ്ണീരിന് മറുപടി പറയേണ്ടി വരും. ഇന്ത്യയുടെ അതിർത്തികളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്നവർ തങ്ങളുടെ സ്വന്തം മണ്ണിൽ തന്നെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അട്ടിമറികളിലൂടെയും ഭീകരബന്ധങ്ങളിലൂടെയും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതുന്നത് തികഞ്ഞ അബദ്ധമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെട്ട പാകിസ്ഥാന് ഇനി രക്ഷപ്പെടാൻ എളുപ്പവഴികളൊന്നുമില്ല. ഇന്ത്യക്കെതിരെയുള്ള ദുഷ്പ്രചാരണങ്ങൾ വിശ്വസിക്കാൻ ഇന്ന് ലോകരാജ്യങ്ങൾ തയ്യാറുമല്ല. സത്യവും യാഥാർത്ഥ്യവും ലോകത്തിനു മുന്നിൽ വ്യക്തമാണ്. തങ്ങളുടെ സുരക്ഷാ വീഴ്ചകളും ആഭ്യന്തര തകർച്ചകളും മറയ്ക്കാൻ ഇന്ത്യയെ കരുവാക്കുന്ന പാകിസ്ഥാന്റെ പഴയ തന്ത്രങ്ങളുടെ കാലാവധി എന്നേ കഴിഞ്ഞുപോയി. സ്വന്തം മണ്ണിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യാൻ സാധിക്കാത്തവർ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ വരുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. സ്വന്തം തെറ്റുകൾ തിരുത്തി സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നില്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുന്ന നാളുകളും വിദൂരമല്ല. ജനങ്ങളുടെ പട്ടിണിയും പ്രയാസങ്ങളും പരിഹരിക്കുന്നതിനു പകരം ആയുധങ്ങൾ ശേഖരിക്കാനും തീവ്രവാദികളെ പോറ്റാനും തുനിയുന്ന പാക് പട്ടാളത്തിന്റെ അന്ത്യം വളരെ ദാരുണമായിരിക്കും. ശക്തമായ കേന്ദ്ര ഭരണത്തിന് കീഴിൽ ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ വിറ്റുമുടിക്കുന്ന പാക് സൈനിക മേധാവികളുടെ ചതിക്കഥകൾ അവിടെയുള്ള ജനങ്ങൾ തന്നെ തിരുത്തി എഴുതും. ഭാരതത്തിനെതിരെയുള്ള ഏത് ഭീഷണിയെയും നിലം പരിശാക്കാൻ നമ്മുടെ സുരക്ഷാ സേനകൾക്ക് സാധിക്കും. രാജ്യത്തിന്റെ പരമാധികാരവും സമാധാനവും സംരക്ഷിക്കാൻ നാം എപ്പോഴും സജ്ജരാണ്. പാകിസ്ഥാന്റെ ഈ വ്യാജ പ്രചാരണങ്ങളെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ നാം ഒന്നിച്ചു നിൽക്കുന്നു. അരാജകത്വവും തീവ്രവാദവും മാത്രം കൈമുതലായുള്ള ഒരു ഭരണകൂടത്തിന് കാലം കരുതി വെച്ച തിരിച്ചടി ഉടൻ തന്നെ ലഭിക്കും. സ്വന്തം കുഴപ്പങ്ങളിൽപ്പെട്ട് ഉഴലുന്ന പാകിസ്ഥാന് ഇനി രക്ഷയില്ല. ഇന്ത്യയുടെ അതിവേഗ വളർച്ചയും അന്താരാഷ്ട്ര രംഗത്തെ സ്വാധീനവും കണ്ട് അസൂയപ്പെടുന്നവർക്ക് മുൻപിൽ ഭാരതം കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകും. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് പാക് ഭരണാധികാരികളുടെയും സൈനിക മേധാവികളുടെയും ഇപ്പോഴത്തെ പോക്ക്. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ ഭാഷയിൽ തന്നെ ഇന്ത്യ മറുപടി നൽകും. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.